ഈ കാന്തപുരം സമസ്തക്കാരും മാറിയിട്ടുണ്ടെങ്കിൽ പെട്ടുപോകേണ്ട പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ആഘോഷിക്കുന്ന നബിദിനം എല്ലാ അധികാരവും നൽകപ്പെട്ട എല്ലാ നന്മകളും അള്ളാഹു സംവിധാനിച്ച് കനിഞ്ഞരുളിയ മുത്തു റസൂലിന്റെ തിരുപ്പിറവിയാ നമ്മൾ ആഘോഷിക്കുന്നത്. നിഴലില്ലാത്ത മുത്തു റസൂൽ, ഈച്ചയിരിക്കാത്ത മുത്തു റസൂൽ, ആ ശറഫാക്കപ്പെട്ട ശരീരം തീയിലിട്ടാലും വീണാലും കരിയാത്ത മുത്തു റസൂൽ, കുഴഞ്ഞു കിടക്കുന്ന പിതാവല്ല, എല്ലാ അധികാരവും നൽകപ്പെട്ട ലോകരാജാവായ മുത്തു റസൂൽ. സ്വപ്നം കണ്ടാൽ അത് മുത്തുനബി തന്നെ. പിശാചിന് ഒരു നിലക്കും ഇടപെടാൻ കഴിയാത്ത മുത്തു റസൂൽ. എല്ലാം നൽകാൻ അധികാരമുള്ള റസൂലുള്ള തന്നെ തന്നു എന്ന് പറയാൻ നമുക്ക് വലിയ ആവേശം നൽകിയ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപ്പിറവിയാണ് സാവിയത്തു സൂഫി ആഘോഷിക്കുന്നത്, മശായിഖന്മാരെ മക്കൾ ആഘോഷിക്കുന്നത്, അഹ്ലുസുന്നയിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് സംഘടന, ഗ്രൂപ്പ്, രാഷ്ട്രീയ കക്ഷി വ്യത്യാസമന്യേ മുഴുവൻ അഹ്ലുസുന്നയെ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളോട് ഞാൻ പറയുന്നു, ഈ ഒരു വിശ്വാസത്തിലായിരിക്കണം നമ്മുടെ തിരുപ്പിറവി ആഘോഷം. അല്ലാത്തത് കേവലം കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ്. അള്ളാഹു അത്തരം വ്യാജന്മാരിൽ നിന്ന്, കപടന്മാരിൽ നിന്ന് ഈ ഉമ്മത്തിന് സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മശായിഖന്മാരുടെ ആ പരിശുദ്ധമായ ഖദമിന് തഹ്തിൽ നമുക്കൊക്കെ ഇസ്തിഖാമത്ത് നൽകി ആരാണ് റസൂലെന്ന് ആ ഹബീബരായ തങ്ങളുമായി നിരന്തരം സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുന്ന മശായിഖന്മാരാണ് പറഞ്ഞു തരേണ്ടത്. അവര് ഹബീബരായ തങ്ങളെ കുറിച്ച് പറയുമ്പോ, റസൂലുള്ളാഹിനെ വർണ്ണിക്കുമ്പോ, ഹബീബരായ തങ്ങളുടെ മുഖഗമനം ആസ്വദിക്കുന്നവർ, മുത്തുനബി